ചാക്കോ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ, സോളാർ കേസ്, ഐസ്ക്രീം പാർലർ കേസ്, ഫോൺ കെണി, ഇപ്പോൾ ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ പ്രമുഖ MLA. നിങ്ങൾ കാണുന്നത് വെറും വിവാദങ്ങളല്ല, അധികാരത്തിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖങ്ങളാണ്. കേരള നിയമസഭയിലെ ലൈംഗിക ആരോപണങ്ങളുടെ ഒരു കറുത്ത അധ്യായം. അധികാരം കസേരയാകുമ്പോൾ ആ കസേരയ്ക്ക് ലഭിക്കുന്ന സുരക്ഷയുടെ വില എന്താണ്? കേരള നിയമസഭയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലൈംഗിക പീഡന കേസുകളിൽ പ്രതികളായ നിരവധി ജനപ്രതിനിധികളാണ് നമുക്ക് കാണാൻ സാധിക്കുക. കേവലം രാഷ്ട്രീയ വിവാദങ്ങളല്ല, മറിച്ച് സ്ത്രീകളുടെ പരാതിയുടെയും നിയമപരമായ വകുപ്പുകളുടെയും അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ഗുരുതരമായ കേസുകൾ. ഈ കേസുകളുടെ പൊതു സ്വഭാവം ഒന്നു മാത്രം: ശക്തരായവർക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണന. 1964 അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന PT ചാക്കോയ്ക്ക് ഒരു കാർ യാത്രയുടെ പേര് രാജിവെക്കേണ്ടി വന്നു. അത് സദാചാരത്തിന്റെ പേരിലുള്ള രാജി മാത്രമായിരുന്നെങ്കിൽ അതിനുശേഷം വന്ന കേസുകൾ അങ്ങനെയല്ല. 2000 മന്ത്രി നീലാലോഹിതദാസൻ നാടർ ഒരു വനിതാ IAS ഓഫീസറുടെ ലൈംഗിക അതിക്രമണ പരാതിയിൽ രാജിവെച്ചു. 2025 PK കുഞ്ഞാലിക്കുട്ടിക്ക് ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു. PJ ജോസഫ് വിമാനത്തിലെ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ സ്ഥാനമൊഴിഞ്ഞു. ഇവിടെയൊക്കെ കസേരകൾ ഒഴിയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കേവലം രാജി നൽകുന്നതിലൂടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാകുന്നില്ല. ഇവർക്കെല്ലാം പിന്നീട് രാഷ്ട്രീയത്തിൽ ശക്തമായി തിരിച്ചു വരവിന് സാധിച്ചു എന്നത് ഈ കേസുകൾ വെറും വിവാദം മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്നതിന്റെ തെളിവാണ്. ഈ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിയമപരമായ ദുരന്തമായിരുന്നു 2013-14 കാലഘട്ടത്തിലെ സോളാർ കേസ്. ഈ കേസിൽ മുഖ്യപ്രതിയായ യുവതി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായിരുന്ന AP അനിൽകുമാർ, അടൂർ പ്രകാശ്, MPമാരായിരുന്ന KC വേണുഗോപാൽ, ഹൈബീഡൻ, MLA AP അബ്ദുൽ കുട്ടി ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർക്കെതിരെ ലൈംഗിക ചൂഷണം, ബലാത്സംഗം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. എന്നിരുന്നാലും വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷം CBI എത്തി ഈ കേസുകളിൽ ഉൾപ്പെട്ട എല്ലാ പ്രമുഖർക്കും ക്ലീൻ ചിറ്റ് നൽകി കോടതിയുടെ സാങ്കേതിക നടപടിക്രമങ്ങൾക്കൊടുവിൽ ഇവർക്ക് ആശ്വാസം ലഭിച്ചേക്കാം. എന്നാൽ പൊതുസമൂഹത്തിലും നിയമസഭയുടെ ചരിത്രത്തിലും ഇത്രയധികം നേതാക്കൾ ഒരുമിച്ച് ലൈംഗിക ആരോപണം നേരിട്ട ഈ സംഭവം ഒരു കറുത്ത അധ്യായമായി നിലനിൽക്കും. കേവലം ക്ലീൻ ചിറ്റ് കൊണ്ട് ഈ ആരോപണങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കുമോ? ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടത് ആർക്കാണ്? ഇപ്പോഴും കഥയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. വിൻസെന്റ് MLA ഒരു വീട്ടമ്മയുടെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായി. CPM MLA PK ശശിക്കെതിരെ പാർട്ടിയിലെ യുവതിയുടെ ലൈംഗിക അതിക്രമണ പരാതി. കേസ് ഒതുക്കി തീർക്കുവാൻ പാർട്ടി ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണം നിലനിർത്തിക്കൊണ്ട് പാർട്ടി നടപടിയെടുത്തു. 2017 മന്ത്രിയായിരുന്ന AK ശശീന്ദ്രൻ ഫോൺ കെണിയിൽ വീണെങ്കിലും നിയമപരമായ പഴുതുകളിലൂടെ അദ്ദേഹം മന്ത്രിസഭയിൽ തിരിച്ചെത്തി. ഇത് നിയമം ഇവിടെ അധികാരമുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഏറ്റവും ഒടുവിൽ ഈ പരമ്പരയിലെ കണ്ണികളാണ് മുകേഷ് MLAയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും. ഒരു നടിയുടെ ബലാത്സംഗ പരാതിയിൽ മുകേഷ് അറസ്റ്റിലായി, കുറ്റപത്രം സമർപ്പിച്ചു. എന്നിട്ടും അദ്ദേഹം നിയമസഭാ അംഗമായി തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ പരാതിയിൽ ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം തുടങ്ങിയ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. രാഹുൽ നിലവിൽ ഒളിവിലാണ്. PT ചാക്കോയുടെ കാലത്തെ സദാചാരവാദത്തിൽ നിന്ന് തുടങ്ങി ഒരു ഡസനിലധികം പേർ ലൈംഗിക ആരോപണം നേരിട്ട സോളാർ കേസ് വഴി ഇപ്പോൾ ബലാത്സംഗ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ MLAമാർ വരെ എത്തി നിൽക്കുന്ന കേരള നിയമസഭയുടെ ചരിത്രം ഈ സംസ്ഥാനത്തിന് ഒരു അപമാനമാണ്. ഇവിടെ നിയമസഭാ അംഗങ്ങൾക്ക് ലൈംഗിക ആരോപണ കേസുകളിൽ ലഭിക്കുന്ന സംരക്ഷണവും കേസ് ഒത്തുതീർപ്പാക്കുന്ന രീതികളും ക്ലീൻ ചിറ്റ് വാങ്ങി തിരികെ വരുന്ന പ്രവണതയും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച് നമ്മുടെ നിയമസഭയിൽ നടക്കുന്ന ചർച്ചകൾ വെറും പ്രഹസനം മാത്രമാണ്. നീതി ലഭിക്കാനായി ഇനിയും എത്രയോ സ്ത്രീകൾ ഈ അധികാര ദുർവിനിയോഗത്തിന്റെ കണക്കെടുപ്പ് കാണേണ്ടി വരും. ഈ ചോദ്യം സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.